ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നൊരു പോയമാണ്. ഇതെന്തല്ല, അതൊരു പാഠമല്ല, അതൊരു കവിതയാണ്. ഇത് എഴുതിയത് ആരാണ്? കമലാദാസ്, കമലാ സുരയ്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ മലയാളത്തിൽ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. പലരും ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്താ സമൂഹത്തിലെ പല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത്, അങ്ങനെയുള്ള നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് ആര്? നമ്മുടെ മാധവിക്കുട്ടി. ഓക്കെ, അപ്പോൾ മാധവിക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കവയിത്രി എന്താ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശൻ, പണ്ടത്തെ ഒരു ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോയതും അവിടെ ആ ഒരു ഓർമ്മയും, പിന്നെന്താ പറയുക, നനുത്ത കാറ്റേറ്റതും അവിടെ പോയിട്ടുള്ളിലിരുന്ന് ജനാലയിലൂടെ വരുന്ന കാറ്റ് അടിക്കുമ്പോഴുള്ള ആ ഓർമ്മകളും ആ ഒരു കുളിർമയും ഒക്കെ സ്പെസിഫിക് ചെയ്ത് കറക്റ്റ് അങ്ങനത്തെ ആ ഓർമ്മ കറക്റ്റായിട്ട് എത്രത്തോളം അനുഭവപ്പെട്ടു എന്ന് പറയുന്നൊരു ഒരു കവിതയാണ് നമ്മുടെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിത. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡിൽ കുട്ടികൾ എന്തില്ല, പഴയ മുത്തച്ഛൻ്റെ വീട്ടിൽ കൂടാൻ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി അല്ലേ? അപ്പം മിസ്സിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള ജനറേഷൻ, പണ്ട് നമ്മളൊക്കെ സ്കൂളൊക്കെ പൂട്ടിയ മധ്യവേനലവധി കാലത്ത് നമ്മുടെ മുത്തച്ഛൻ്റെ വീട്ടിലൊക്കെ എന്ത് ചെയ്യും, കൂടാൻ പോകും. നമ്മൾ താമസിക്കാൻ പോകുന്നതാണ് പറയുന്നത്. 2 മാസം അല്ലെങ്കിൽ 1 മാസം തന്നെങ്കിൽ താമസിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ അമ്മയെ കൊണ്ടുവരുന്ന നാടല്ല, അത് വേറൊരു നാടാണ്, ദൂരെ ആയിരിക്കും ആ നാട്. ആ നാട്ടിൽ പോയിട്ട് അവിടെ നമ്മുടെ പ്രായത്തിലുള്ള ഒരു 4ാം ക്ലാസ് മുതലാണ് അധികവും ഈ ഒരു ജനറേഷൻ പോവുക. 4ാം ക്ലാസ് 5, 6, 7, 8, ഒരു 9th വരെയുള്ള കാലഘട്ടങ്ങൾ, ഒരു 14 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളാണ് ഈ കൂടാൻ പോക്ക് നടക്കുക. അപ്പം തന്നെ നമ്മൾ കുറേ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചതും അവിടെ ആയിരിക്കും നമ്മുടെ സകലം. ഇപ്പം മിസ്സിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ മിസ്സിൻ്റെ ദൂരെ ആയിരുന്നു അമ്മയുടെ വീട്. നമ്മൾ എല്ലാ വേനലവധിക്കും അവിടെ പോകാറുണ്ട്. മിസ്സിൻ്റെ കൂടെ തന്നെ പ്രായത്തിൽ 10-20 ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും വേനലവധി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പണ്ടത്തെ കോട്ടികളി, നമ്മൾ റിങ്, സാറ്റ്, പിന്നെ അതില്ലേ കൊത്തങ്കല്ല്, കല്ലുകൊണ്ടുള്ള കളി, പിന്നെ മറ്റേ ഷട്ടിൽ ബാറ്റ്, അങ്ങനെയുള്ള സകല കളികളും കളിച്ച് വളർന്നൊരു വ്യക്തി എന്ന നിലയിൽ മിസ്സിന് അതിൻ്റെതായ എന്തുണ്ട്, നൊസ്റ്റാൾജിക്ക് എന്തായാലും ഉണ്ടാവും. മിസ്സിൻ്റെ തലമുറയിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് എന്താണ് പതിവ്, എന്താണ് ഫോണിൽ, മൊബൈൽ ഫോണിലാണ് അധികം കളികളും കാണുന്നത്. എക്സ്പീരിയൻസ് ആയത് കുറവായിരിക്കും. മിസ് പറഞ്ഞ ഈ കഥ കുറവായിരിക്കും അറിയുന്നവരില്ല, ഈ ന്യൂ ജനറേഷനിലാണ് മിസ് പറയുന്നത്. അപ്പോൾ അതേപോലെ മിസ് നേരത്തെ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇല്ലേ, അത് തന്നെയാണ് ആരുതും നമ്മുടെ കമലാ സുരയ്യ നമ്മുടെ ഈ ഒരു കവിതയിലൂടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ വായനക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നതും. നമ്മുടെ കവയിത്രിയുടെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ മുത്തശ്ശിയും, മുത്തശ്ശിയുടെ സ്നേഹവും, മുത്തശ്ശിയുടെ കെയറിങ്ങും, മുത്തശ്ശിയെ കാണാനുള്ള ആഗ്രഹവും, മുത്തശ്ശി മരിച്ചു പോയപ്പോഴുണ്ടായ സങ്കടവും, ആ വീട് ഇപ്പോഴത്തെ അവസ്ഥയും, അവിടെ എന്താ പറയുക, പാമ്പും ഇഴജന്തുക്കളൊക്കെ കയറി ആ വീട് അങ്ങനെ അതായിപ്പോയി എന്നൊക്കെ, അങ്ങനെയുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ ആര് ഷെയർ ചെയ്യുന്നത്? നമ്മുടെ കമലാ സുരയ്യ എന്ന് പറയുന്ന കമലാദാസ് എന്ത് ചെയ്യുന്നത്, പ്രേക്ഷകരോട് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ വായിക്കേണ്ടത് എന്താ നോക്കാം. അതിൽ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ബേസ് ആണ് നമ്മൾ ഈ ഒരു കവിത ചർച്ച ചെയ്യുന്നത്. കാരണം ക്വസ്റ്റ്യൻ കേട്ടതിന് ആൻസർ ആയിട്ട് എന്താണ്, കവിത തന്നെയാണ് അതിൻ്റെ ആൻസർ. കണ്ടന്റ് ഉണ്ടല്ലോ കവിതയിൽ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിസ് ഒന്ന് വായിക്കാം. വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ് മദർ did for you when you were a child? നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഗ്രാൻഡ് മദർ വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ് മദർ did? എന്താ ചെയ്തത്? നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് മദർ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്? വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം ഓഫ് യു സ്പെൻഡ് വിത്ത് ഹെർ? വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം ഓഫ് യു സ്പെൻഡ് വിത്ത് ഹെർ? അത് നിങ്ങൾ മുത്തശ്ശിയുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് എന്തൊക്കെയാണ്? വാട്ട് മെമ്മറീസ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എന്തൊക്കെ മെമ്മറീസ് ഉണ്ട് എന്നാണ് നമ്മുടെ സുരയ്യയുടെ ചോദ്യം. അത് തന്നെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള എന്തിൻ്റെ ചോദ്യം. ഇതാ കണ്ടോ, മിസ് ഇവിടെ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്തിൻ്റെ ചോദ്യം? നമ്മുടെ പോയം ബേസ് എക്സാമിന് വരുന്ന ചോദ്യവും അത് തന്നെയാണ്. വാട്ട് ആർ തിങ്സ് ഗ്രാൻഡ് മദർ വെൻ യു ആർ എ ചൈൽഡ്? എന്താ ചെയ്തു തന്നെന്നുള്ള ചോദ്യം. അതിന് ആൻസറാണ് മിസ് വായിക്കുന്ന കവിത. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം, അതിന് ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, now let's read the poem My Grandmother's House. The poet remembers her grandmother and wishes that she were allowed to love her to make her feel wanted and hear the poem. Okay,
മേക്ക് ഹെർ ഫീൽ വാണ്ടഡ്, മേക്ക് ഹെർ ഫീൽ വാണ്ടഡ്, ആവശ്യം, ആ ഫീൽ ആവശ്യമാണ് നമുക്കൊക്കെ. എന്താണ് അത്രയും നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണല്ലേ ടു മേക്ക് ഹെർ ഫീൽ വാണ്ട്. ആ മുത്തശ്ശിയെ തിരിച്ചു വേണം, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് തിരിച്ചു വേണം എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ഫീലിംഗ്, അതാണ് ഈ പോയത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മിസ് പോയം ഒന്ന് വായിക്കാം ആദ്യം. There is a house now far away where one received love, that woman's died. The house withdrew in a silent snakes and moved among books. I was then too young. The read and to read, and my blood turned cold like the moon. How often I think of going there to peer through blind eyes to windows, or and listen to the frozen air, or in wild despair pick an armful of darkness to bring it and here to lie behind my bedroom door like brooding and dog. You cannot believe, darling, and can you, that I lived in such a house and was proud and loud. I who have lost, okay, who have lost and my way and my bed now are strangers' doors to receive love, at least in small changes. ഓക്കെ, അറ്റ്ലീസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം. പിന്നെ വേറെ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ കവിത പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വായിച്ചു. അപ്പോൾ വി വിൽ നൗ ഡിവൈഡ് ദ പോയം ഇൻ ടു 3 പാർട്സ് ആൻഡ് റീഡ് ദ ഫസ്റ്റ് പാർട്ട് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മളോട് ഈ പാർട്സ് സെക്ഷനായിട്ട് തരംതിരിച്ചപ്പോൾ നമ്മളോട് ഈ ഒരു ഭാഗത്തുള്ള സംഭവങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, there is a house now far away when once I received love, that woman died. എന്താ പറഞ്ഞത്? there is a house, ഒരു വീടുണ്ടായിരുന്നു ഇവിടെ, far away, ദൂരെ ഒരു വീടുണ്ട്, and where once, അവിടെ ദൂരെ ഒരു വീടുണ്ട്, അവിടെ എന്താണ്? I received love, ഞാൻ കൂടുതൽ സ്നേഹിക്കപ്പെട്ടത് അവിടെ നിന്നാണ്. എനിക്ക് കുറേ റിസീവ് ചെയ്യാന്നാണ് കിട്ടൽ, എന്ത് കിട്ടി? ലവ്, എനിക്ക് കുറേ സ്നേഹം കിട്ടിയ സ്ഥലമാണത്. ദാറ്റ് വുമൺസ് ഡൈഡ്, അവിടെയുള്ള ആൾ മരിച്ചുപോയി. അവ ആരെ ഉദ്ദേശിച്ചത്? ഗ്രാൻഡ് മദറാണ്. നമ്മുടെ പാർട്ടിൻ്റെ പേര് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പോൾ ഫാർ അവയിലുള്ള എന്താ സംഭവം? ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസാണ് ആ ഫാർ അവയിലുള്ള സംഭവം. ദ ഹൗസ് വിത്ത്രൂ ഇൻ സൈലൻസ്, ആ ഹൗസിൽ ഇപ്പോൾ എന്താ ഉള്ളത്? സൈലൻസ്, ചുറ്റും നിശബ്ദതയാണ്. സ്നേക്സ് മൂവ്ഡ്, അവിടെ എന്തുണ്ട്? ഇഴജന്തുക്കളൊക്കെ കയറിയതാണ് ഒരു വീടുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്നേക്സ് മൂവ്ഡ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഇപ്പോൾ ആൾതാമസമില്ലാത്തതുകൊണ്ട് പല ജന്തുക്കളും കയറുന്നുണ്ട്. among books I was then too young to read, to my blood turned cold like a moon. എനിക്ക് അവിടെ ഒന്നും കൂടി പോകണമെന്നുണ്ട്, എൻ്റെ ഹൃദയം അത്രക്കും തണുപ്പേറിയ ചില ഓർമ്മകളിലേക്ക് പോകണമെന്നുണ്ട്. മൈ ബ്ലഡ് ടേൺ ടു കോൾഡ്, എൻ്റെ ബ്ലഡ്, എൻ്റെ ചോരയിൽ തണുത്തുറഞ്ഞ കുറേ ഓർമ്മകളുണ്ട് അവിടെ. ആൻഡ് ഹൗ ഐ ഓഫൺ തിങ്സ് ആർ ഗോയിങ്, ഞാൻ ഓർക്കാറുണ്ട് ഞാൻ അവിടെ പോയാൽ എന്താണിത്? ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, എന്താണ്? വിൻഡോസിൻ്റെ, അതാ മിസ് നേരത്തെ പറഞ്ഞത്, ബ്ലൈൻഡ് ഐൻഡോസ് വിൻഡോസ് ഓഫ് ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. ഫ്രോസൺ, തണുത്ത എയർ മീൻസ് കാറ്റ്, ഫ്രോസൺ എയർ കൊണ്ടിട്ട് തണുത്ത കാറ്റ് കൊണ്ട് ആ ഒരു ജനാലയൻ്റെ അരികിൽ എനിക്ക് ഇരുന്ന് ദൂരത്തേക്ക് നോക്കണം എന്ന്, ആ വീട്ടിൽ നിന്ന് എനിക്ക് ദൂരത്തേക്ക് നോക്കിയിട്ട് പല ഓർമ്മകളും അയവിറക്കാനുണ്ട് എന്നല്ലേ, ഓർമ്മകളും എനിക്ക് അയവിറക്കാനുണ്ട്. പിന്നെയോ ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓർ ജസ്റ്റ് ലിസൺ ടു ഫ്രോസൺ എയർ, ജസ്റ്റ് ലിസൺ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇത് ശ്രദ്ധിച്ചാൽ മതി. ആ കാറ്റ് എന്നെ തഴുകി, ആ കുളിരുള്ള ഓർമ്മകളും ആ നനുത്ത കാറ്റ് എന്നെ തഴുകി പോകുമ്പോൾ ആ ഓർമ്മകൾ എന്നിൽ നിറയും. ഞാൻ അവിടെ നിന്നത്, എൻ്റെ പഴയ കുട്ടിക്കാല ഓർമ്മകൾ എന്നിൽ നിറയും എന്നാണ് പറയുന്നത്. ക്യാൻ യു ദാറ്റ് ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ അങ്ങനെയുള്ളൊരു വീട്ടിലാണ് താമസിച്ചത്. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ഡ്രൂം ഡോഗ്, എൻ്റെ അവിടെ ഡോഗ് എന്ന് പറയുന്ന വളർത്തുന്നായ അല്ലെങ്കിൽ പെറ്റായിട്ട് ഒരു ഡോഗ് ഉണ്ടായിരുന്നു. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, ക്യാൻ യു, ദെൻ ഐ ലിവ്ഡ് ഇൻ എ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലൗഡ് ആൻഡ് യു ഐ ഹു ഹാവ് ലോസ്റ്റ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവിടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താ പറയുന്നത്? ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ഇൻ വാസ് പ്രൗഡ്, ഞാൻ അത്രയും അഭിമാനത്തോടു കൂടി ജീവിച്ചൊരു വീടായിരുന്നു. ആൻഡ് ലവ്ഡ്, ഞാൻ അവിടെ സ്നേഹിക്കപ്പെട്ടിരുന്നു, ഞാൻ തിരിച്ചും സ്നേഹിച്ചിരുന്നു. ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ ടു സ്ട്രേഞ്ചേഴ്സ് ഡോസ് ടു റിസീവ് ലവ്, അല്ലേ? അത് ഐ വേ ടു ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോസ് ടു റിസീവ്. ഇപ്പോഴൊക്കെ നമ്മളെന്താ പലരോടും സ്നേഹം യാചിച്ച് വാങ്ങേണ്ട ഗതികേടാണ്, അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. പക്ഷേ
ഒരു ചേഞ്ച്. പക്ഷേ പണ്ടത്തെ നിന്ന് എന്ത് ചേഞ്ചാണ് വന്നത്? ഇപ്പോൾ നമ്മൾ സ്നേഹം ഇരന്ന് വാങ്ങേണ്ട ഗതികേടാണ്. പണ്ടായിരുന്നെങ്കിലോ നമ്മളെ മുത്തശ്ശിയെ പോലുള്ളവർ യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരു മടങ്ങിപ്പോണം, എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകണം. ആ ജനാലയിലെ അരികിലിരുന്ന് എന്ത് കാണണം? എനിക്ക് ദൂരെ നിന്ന് കാറ്റ് തഴുകി വരുന്നത് എനിക്ക് അറിയണം, അനുഭവിക്കണം എന്നാണ് നമ്മുടെ കവയിത്രി പറയുന്നത്. We will now divide the poem into 3 parts and read the first part on the ones. അപ്പോൾ ഇത് പാർട്സ് ആയിട്ടാണ്, അപ്പോൾ സെക്ഷൻ ആയിട്ട് ബേസ് ആയിട്ട് നമ്മളിത് പറയുന്നത്. There is a house, then നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് സെക്ഷനിൽ എന്താ കൊടുത്തത്? There is a house now far away where once I received love, that woman died. The house withdrew into silence, snakes moved among books. I was then too young to read and my blood turned cold like a moon. അല്ലേ? ആരെപ്പോലെ? ഒരു തണുത്തു കഴിഞ്ഞ ചന്ദ്രനെ പോലെ എൻ്റെ ബ്ലഡ് ആവുന്നു. കാരണം അത്രയും ഓർക്കുമ്പോൾ തന്നെ അല്ലേ, അതാണ് പറയുന്നത്. What happened to the house after the grandmother died? അപ്പം ഇവിടുത്തെ ചോദ്യം ചോദിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക നമ്മൾ. ടു റൈറ്റ് ദ റിമെമ്പറൻസ് ഓഫ് ഗ്രാൻഡ് മദർ പ്രധാനമായിട്ടും ചോദിക്കുന്നത്, അത് പ്രധാനമായിട്ട് കണ്ടന്റ്. മിസ് ഇപ്പോൾ വായിച്ചല്ലോ കണ്ടന്റ്, അതെന്താണ്? അതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാൻ. നമ്മൾ എന്തിനാ അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത്? മാർക്ക് സ്കോർ ചെയ്യാനല്ലേ. മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് കവിതയുടെ കണ്ടന്റ് മനസ്സിലാവും വേണം, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ അറിയണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് കണ്ടന്റ് അതിലേക്ക് ആൻസർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ടു റൈറ്റ് ദ റിമെമ്പർ ഓഫ് ഹെർ ഗ്രാൻഡ് മദർ, അതായത് എന്ത് എഴുതാനും? ഗ്രാൻഡ് മദറിൻ്റെ ഓർമ്മകൾ എഴുതാനും. ആൻഡ് അതെന്താണ്? ഏത് പോയിന്റ് ബേസ് എഴുതണം? സെൻറ്റിമെൻ്റ് ആണ്, കെയറിങ്, ലവ് അല്ലേ? ഈ 3 കാര്യങ്ങളാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ കവിയത്രി പറയുന്നത് അല്ലേ. ഗ്രാൻഡ് മദർ അത്രയ്ക്കും എന്താണ്? ലവിങ് ആണ്, കെയറിങ് ആണ്, പിന്നെന്താണ്? ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് നോക്കിയതാണ് അല്ലേ. There is a house now far away once I received when that woman's died. Who was died? ആരാ മരിച്ചത്? The woman's means ഹെർ ഗ്രാൻഡ് മദർ അല്ലേ. നമ്മുടെ ആരുടെ ഗ്രാൻഡ് മദർ? നമ്മുടെ കവിയത്രിയുടെ ഗ്രാൻഡ് മദർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിൽ എന്താണ്